ഹലോ സൺഡേസിൽ പൊതുവേ ഞാനല്ല കേട്ടോ ഡാൻസിന് നാനുമോളെ കൊണ്ടുപോകാറ് പ്രഭിയാണ്. പക്ഷെ ഇന്ന് ഞാനാണ് കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെ കിച്ചണിലെ പണിയൊക്കെ പ്രഭി ഏറ്റെടുത്തു കേട്ടോ, കുക്കിങ്ങൊക്കെ. അപ്പോൾ അതാണ് നിങ്ങളീ കാണുന്നത്. അപ്പോൾ ഞാൻ വരുമ്പോഴത്തേനും ചോറായിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ മീൻ കറിയാണ് വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ എന്തൊക്കെയോ പണിയിലാണ് കേട്ടോ. അപ്പം ഞാൻ പിന്നെ വേഗം ഉപ്പേരിക്കുള്ളത് കാബേജ് ഉണ്ടായിരുന്നു, അതെടുത്തിട്ട് അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് പിന്നെ വേഗം തന്നെ ഓരോരോ ഭാഗമായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ പ്രഭി എന്തൊക്കെ ചെയ്യണേന്നൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ അതൊക്കെയായിരുന്നു പണി. പിന്നെ എടുത്ത മസാലകളൊക്കെ ഞാൻ വേഗം വേഗം എടുത്ത് വെക്കുകയാണ്. നമ്മൾ കിച്ചണിലെ പണികൾ എടുക്കുന്നതിനനുസരിച്ചിട്ട് തന്നെ ഒക്കെ അപ്പോൾ തന്നെ എടുത്ത് വെച്ചാൽ അത് അത്രയും പണി കുറഞ്ഞല്ലോ. അപ്പം ഞാൻ സൈഡായിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ കിച്ചൺ അമ്മാതിരി കിടപ്പാവും, പിന്നെ എനിക്ക് തന്നെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ വേഗം വേഗം ഓരോന്ന് ചെയ്യാം കേട്ടോ. പിന്നെ ഇതാണ് കറി. ഇത് തേങ്ങ അരച്ചിട്ടാണ് വെക്കുന്നത്. അപ്പോൾ എനിക്ക് പൊതുവേ തേങ്ങ അരച്ച കറീനേക്കാട്ടിലും ഇഷ്ടം മുളകിട്ട കറികളാണ്. പക്ഷേ ഇന്നിപ്പോൾ തേങ്ങ അരച്ചാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ പാട്ടൊക്കെ വെച്ചിട്ടാണ് കേട്ടോ കുക്കിങ്. അങ്ങനെ പാട്ട് വെച്ച് കുക്ക് ചെയ്യുമ്പോൾ നല്ലൊരു രസമാണല്ലോ. നമുക്ക് കുക്ക് ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് കൂടും. അല്ലെങ്കിൽ പാട്ട് വെച്ചിട്ട് നമ്മൾ എന്ത് പണികൾ ചെയ്യുകയാണെങ്കിലും നമുക്ക് ആ ഒരു എനർജി കൂടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ അതാ ഞാൻ കാബേജിൻ്റെ ഉപ്പേരി ഇവിടെ ഇപ്പുറത്ത് റെഡിയാക്കുകയാണ്. പിന്നെ ഞാൻ മുളക് ഇടാൻ മറന്നുപോയി, പച്ചമുളക്. അപ്പോൾ അത് വേഗം അരിഞ്ഞിടുകയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ ഇങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പുറത്തടുപ്പിൽ എന്താ പറയുക, മീൻകറിയിലേക്കുള്ള സാധനങ്ങളൊക്കെ കാച്ചി വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രഭി ഉണ്ടാക്കുന്നതിൽ പ്രഭി എന്തോ വറ്റൽമുളകും അതൊക്കെ ഇടുന്നുണ്ട്. പക്ഷെ ഞാൻ വറ്റൽമുളകൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ മീൻകറിയിൽ. പക്ഷേ ആളുടേതായ ഇഷ്ടത്തിനാണല്ലോ ഉണ്ടാക്കുക. അപ്പോൾ എന്നും ഒരേ ഒരു ടേസ്റ്റ് വേണ്ടല്ലോ. പിന്നെ ഞാൻ എല്ലാ കറികളും ഡിഫറെൻ്റായിട്ട് ഉണ്ടാക്കാറുള്ളത്, എന്നും ഒരേപോലെ ഉണ്ടാക്കാറില്ല കേട്ടോ. പിന്നെ അതാ ലാസ്റ്റ് നമ്മുടെ തേങ്ങയൊക്കെ ഉപ്പേരിയിലേക്ക് ഇട്ട് ഞങ്ങൾ അത് ഏകദേശം സെറ്റാക്കി. പിന്നെ അതിന് ശേഷം അതാ മീനൊക്കെ അപ്പം തന്നെ പൊരിക്കാമെന്ന് വിചാരിച്ചു അതും ചെയ്യാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ മീരാൻറ്റി വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീരാൻറ്റീൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ നല്ല കുക്കിങ്ങിൻ്റെ ഇടയിലാണ് മീരാൻറ്റി വന്നത് കേട്ടോ. അപ്പോൾ പിന്നെ മീരാൻറ്റി വേഗം പോയി. പിന്നെ പിന്നെ കുറച്ച് നേരം നാനുവിൻ്റെ കൂടെ കുറച്ച് ഡാൻസും എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ഞങ്ങൾ പിന്നെ ചോറ് കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ ചോറിന് അതാ ഈ ഐറ്റംസൊക്കെ തന്നെയാണ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു പപ്പടം കൂടിയും കാച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.